ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇസ്തിഫ്ഹാമും ജവാബും. ഇസ്തിഫ്ഹാമും ജവാബും. ഇസ്തിഫ്ഹാം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കലാണ് അതിൻ്റെ അർത്ഥം. അഥവാ എന്തിനാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക? അത് ചോദ്യം ചോദിച്ചിട്ടാണ്. അതാണ് ഇസ്തിഫ്ഹാം, മനസ്സിലാക്കൽ. ചോദ്യം ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാമതായി നമ്മൾ പഠിക്കുക ഇസ്മു ഇസ്തിഫ്ഹാം, അഥവാ മനസ്സിലാക്കുന്നതിൻ്റെ ഇസ്മ. അതായത് ചോദ്യം ചോദിച്ചിട്ട് മനസ്സിലാക്കുക. അതിലാദ്യത്തെ കലിമ മാ ആണ്. മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ചോദിക്കാൻ, എന്ത് എന്ന് ചോദിക്കാൻ. അപ്പോൾ ഈ മാ അറബി ഭാഷ ഗ്രാമറിൽ ഇസ്മിലാണ് പെടുത്തിയത്, ഒരു കലിമയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഹർഫല്ല. കാരണം അറബിയിൽ അക്ഷരത്തിനും ഹർഫ് എന്ന് പറയും. അപ്പോൾ ഇത് കാണുമ്പോൾ ഒറ്റ അക്ഷരം പോലെ ഉണ്ടല്ലോ മാ. പക്ഷേ ഇത് എന്താണ്, അറബി ഗ്രാമറിൽ വരുമ്പം ഈ മാക്ക് എന്തുണ്ട്, എന്ത് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ അതൊരു അക്ഷരമല്ല, അതൊരു കലിമയാണ്, ഒരു വാക്കാണ്. അപ്പോൾ ഈ വാക്ക് ഏതിലാണ് പെടുത്തിയത്? ഫീലിലല്ല, ഹർഫിലല്ല, പിന്നെയോ ഇസ്മിൽ. അപ്പോൾ എന്ത് എന്ന് നമുക്ക് ചോദിക്കണമെങ്കിലുള്ള കലിമയാണ്, വാക്കാണ് അറബി ഭാഷയിൽ മാ. അപ്പോൾ അതെന്താണ്, അത് ഇസ്മിലാണ് പെടുത്തിയത്. അത് ബുദ്ധിയില്ലാത്ത വസ്തുക്കളെക്കുറിച്ച് നമ്മൾ എന്തെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മാ ഉപയോഗിക്കുക. ഇപ്പം മൃഗം, വസ്തുക്കൾ, സാധനങ്ങൾ, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ, അഭിപ്രായം, അറിവ്, കഴിവ്, ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ നമ്മൾ മാ എന്ന പദം, കലിമയാണ് നമ്മൾ ഉപയോഗിക്കുക എന്തെന്ന് ചോദിക്കാൻ. പിന്നെ ആ ചോദിക്കുന്ന വസ്തുവിനെക്കുറിച്ച് നമുക്ക് അറിവില്ല, അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഉദാഹരണമായിട്ട് മാ ഹാദ, ഇതെന്താണ്? മാ ഹാദ, ഇതെന്താണ്? അപ്പോൾ നമ്മൾ ഉത്തരം പറയും ഹാദ കലമ്, ഇതൊരു പേനയാണ്. അപ്പോൾ അത് എന്താണ്, മനസ്സിലാക്കാൻ, ഇസ്തിഫ്ഹാം, മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് ആ വസ്തു എന്താണെന്ന്. അപ്പോൾ മാ എന്തിനാണ് ഉപയോഗിക്കുക? ഒന്നാമതായി അതിനെ അറബി ഗ്രാമറിൽ ഇസ്മിലാണ് പെടുത്തിയത്, ഹർഫിലും ഫീലിലും അല്ല. രണ്ടാമത് ബുദ്ധിയില്ലാത്ത ഒരു വസ്തുവിനെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് നമ്മൾ മാ ഉപയോഗിക്കുക. മൂന്നാമതായി ആ വസ്തുവിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പിന്നെ മറ്റൊരു ഇസ്മു ഇസ്തിഫ്ഹാമാണ് മൻ. മൻ എന്ന് പറഞ്ഞാൽ ആര് എന്ന് ചോദിക്കാൻ, ആര്. അപ്പോൾ മന്നിനെയും അറബി ഭാഷ ഗ്രാമറിൽ എന്താണ്, ഫീലിലോ ഹർഫിലോ അല്ല പെടുത്തിയത്, പിന്നെയോ ഇസ്മിലാണ് പെടുത്തിയത്, അതൊരു ഇസ്മാണ്. പിന്നെ അത് മന്ന് ബുദ്ധിയുള്ളവരെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് മന്ന് ഉപയോഗിക്കുക, ആര് എന്ന് ചോദിക്കാൻ. അറിയാത്തവരെക്കുറിച്ച്, അവരെക്കുറിച്ച് അറിയില്ല. ഇപ്പം മനുഷ്യർ, ജിന്നുകൾ, മലക്കുകൾ, ഇവരെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് മൻ ഉപയോഗിക്കുക. അപ്പോൾ മൻ ഹാദ, ഇദ്ദേഹം ആരാണ്? അപ്പോൾ ഹാദ മുഹമ്മദ്, ഇദ്ദേഹം മുഹമ്മദാണ് എന്ന് നമ്മൾ മറുപടി പറയും. അപ്പോൾ പിന്നെ ഇപ്പോൾ മലയാള ഭാഷയിലും നമ്മളൊരു വസ്തുവിനെക്കുറിച്ച് ഇതാരാണെന്ന് ചോദിക്കൂലല്ലോ, ഇതെന്താണെന്ന് ചോദിക്കുക. അപ്പോൾ അറബി ഭാഷയിൽ നമ്മൾ മാ ഉപയോഗിക്കും. അതേപോലെ ഒരു മനുഷ്യനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ പിന്നെ ഇതെന്താണെന്ന് ചോദിക്കൂലല്ലോ, ഇത് ആരാണെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ അറബി ഭാഷയിൽ അതിന് മന്നാണ് ഉപയോഗിക്കുക. പിന്നെ ഇസ്തിഫാമിൽ തന്നെ ഹർഫിൽ പെട്ടതുണ്ട്. അപ്പോൾ ഹർഫു ഇസ്തിഫാം എന്ന് പറയും. അത് മനസ്സിലാക്കുന്നതിൻ്റെ ഇസ്മ, ഹർഫ്. അത് ആ എന്നുള്ള അക്ഷരമാണ്, അലിഫ്, അതിൻ്റെ മുകളിൽ ഹംസയും. ആ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആണോ അല്ലേ എന്നാണ്. ആണോ അല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആന ഇതിലാണ് പെടുത്തിയത്, ഇസ്മിനോ ഫീലിലോ അല്ല, പക്ഷെ അത് ഹർഫാണ്. ഈ ഹർഫ് ബുദ്ധിയുള്ളവരെക്കുറിച്ച് ചോദിക്കുമ്പോഴും ബുദ്ധിയില്ലാത്ത വസ്തുക്കളെക്കുറിച്ച് ചോദിക്കുമ്പോഴും ആ തന്നെയാണ് ഉപയോഗിക്കുക. അത് സംശയം തീർക്കാനാണ്. ഉദാഹരണമായി അഹാദ മുഹമ്മദുൻ, ഇദ്ദേഹം മുഹമ്മദാണോ? മനസ്സിലായില്ലേ? സംശയമാണ്, മുഹമ്മദാണോ റാഷിദാണോ എന്ന് സംശയമാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇത് ആരാ, മുഹമ്മദാണോ ഇത് എന്ന് നമ്മൾ ചോദിക്കുമല്ലോ, അതുപോലെ. അല്ലെങ്കിൽ ഇത് പേനയാണോ, അഹാദ കലമുൻ, ഇത് പേനയാണോ?
അപ്പോൾ അതിന് മറുപടി എങ്ങനെ വരാം? അപ്പോൾ ഹർഫു ജവാബ്, ജവാബിൻ്റെ ഹർഫ്. അപ്പോൾ ജവാബിൻ്റെ ഹർഫ് രണ്ടെണ്ണം ഉണ്ട്. ഒന്നിക്കൽ അതേന്ന് പറയാൻ, അപ്പോൾ അറബിയിൽ നാം എന്ന് പറയും. അല്ലെങ്കിൽ അല്ല എന്ന് പറയാൻ, അപ്പോൾ അറബിയിൽ ലാ എന്ന് പറയും. രണ്ടിനെയും ഹർഫിലാണ് പെടുത്തിയത്. ഇസ്മു അല്ല, ഫീലും അല്ല, രണ്ടും എന്താണ്? ഹർഫാണ്. അപ്പോൾ അതേന്ന് പറയാൻ അറബിയിൽ നാം, അല്ല എന്ന് പറയാൻ അറബിയിൽ ല. ഇനി ഈ അല്ല എന്ന് പറയുന്ന ലാമിനെ ഹർഫു നഫി എന്നും പറയും. നഫി എന്ന് പറഞ്ഞാൽ നിഷേധം. അപ്പോൾ അതിൻ്റെ ഹർഫു നഫി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരാം? നിഷേധത്തിൻ്റെ ഹർഫ്. അപ്പോൾ ഈ ലാമിന് എന്തും കൂടി പറയും? നിഷേധത്തിൻ്റെ ഹർഫ്. അപ്പോൾ ലാമ് പലതും ഉണ്ട് കേട്ടോ. പല അർത്ഥങ്ങളുള്ള ലാമും അറബി ഭാഷയിലുണ്ട്. അതിലൊന്നാണ് നിഷേധത്തിൻ്റെ ലാമ്, അല്ല എന്ന് പറയാൻ. കാരണം അവിടെ നിഷേധിക്കുകയാണ് അല്ലാന്ന്. ഉദാഹരണമായിട്ട് അഹാദ മുഹമ്മദ് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം മുഹമ്മദാണോ? അപ്പോൾ അതേന്ന് എങ്ങനെ പറയാം? നാം ഹാദ മുഹമ്മദ്, അതെ ഇദ്ദേഹം മുഹമ്മദാണ്. അപ്പോൾ ഉറപ്പിക്കൽ നാം. ഇനി അതേ ചോദ്യം തന്നെ അഹാദ മുഹമ്മദ്, മുഹമ്മദ് അല്ലെങ്കിൽ എന്താ പറയുക? ല. അപ്പോൾ നിഷേധിക്കുകയാണ്, ഹർഫു നഫി. ഹർഫു ജവാബിന് ഹർഫു നഫി, നിഷേധിക്കുകയാണ്. ല ഹാദ റാഷിദുൻ, ഇത് റാഷിദാണ്. അപ്പോൾ ഇത് മുഹമ്മദ് അല്ല, റാഷിദാണ്. ബാറക്കല്ലാഹു ഫീക്കും.